കഴിഞ്ഞ ഒരാഴ്ച കൂടിയിട്ട് ഇന്നാണ് കേട്ടോ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നത്. അപ്പം നമ്മുടെ വീടിനടുത്തുള്ള നഴ്സറിയിലെ ആശാവർക്കർ അങ്ങോട്ടേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഞാനും ചേട്ടനും അമ്പാടിയും കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. വാവേനെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയിട്ട് വന്നു. ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങാനായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ വെറുതെ ഇങ്ങനെ കുറച്ച് പേർക്ക് വെറുതെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പം പോയതാണ്. ഇത് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ, ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കാറുമില്ല, എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല കേട്ടോ. പിന്നെ ചെല്ലാൻ പറഞ്ഞു, അങ്ങനെ ചെന്നു വാങ്ങിച്ചു. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ എന്നോർത്ത് പോയി വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് എടുത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഞാൻ നേരെ വെളിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. രാവിലെ എഴുന്നേക്കും, പതിയെ ഒന്ന് എഴുന്നേക്കും, കൊച്ചിന് കുറുക്കുണ്ടാക്കും, കൊച്ചിന് അത് കൊടുക്കും, പിന്നെ അമ്പാടിക്ക് ഫുഡ് കൊടുക്കും. ഞാൻ നേരെ വന്ന് കിടക്കും. വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാനോ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും പറ്റണില്ലായിരുന്നു കേട്ടോ. എനിക്ക് പനിയോ വേറെ ക്ഷീണങ്ങളോ ഒന്നുമില്ല. തലയ്ക്ക് ഭയങ്കര കനവും, തല മന്തിക്കൽ, അതേപോലെ എഴുന്നേറ്റ് നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തല കറങ്ങിയിട്ട് വേറെ ദിക്കിലേട്ടൊക്കെ പോകുന്നു. ആ ഒരു അവസ്ഥയാണ് കേട്ടോ. എന്നാണെന്നറിയത്തില്ല. അപ്പം BP കൂടിയതാണോ എന്നോർത്ത് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് BP നോക്കാൻ പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു BP നോർമലാണെന്ന്. ഇനി ENT ഒന്ന് കാണിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ENT കാണിക്കാനായിട്ട് പോയില്ല. കാരണം ENT കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കാൻ ചെയ്യാനും അല്ല എക്സ്റേ എടുക്കാനൊക്കെ പറയും കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലം പോയില്ല കേട്ടോ. ഒരാഴ്ചയായിട്ട് കിടപ്പ് തന്നെയാണ്. നേരെ ചൊവ്വേ ഫുഡ് കഴിക്കാൻ പോലും പറ്റണില്ല. ഒരാഴ്ചയായിട്ട് അമ്പാടിയുടെ ബിസ്ക്കറ്റൊക്കെ തന്നെയാണ് കേട്ടോ തീറ്റ. അങ്ങനെ ദേ അടുക്കള കിടക്കുന്ന കണ്ടോ. നമ്മുടെ ഒരാഴ്ചയായിട്ട് അങ്ങോട്ടേക്ക് കയറാറില്ല ഞാൻ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ലാസ്റ്റായിട്ട് അടുക്കള കയറിയത്. അതിന് ശേഷം അവിടെ മൊത്തം ക്ലീൻ ചെയ്തൊക്കെ ഇട്ടതിന് ശേഷം ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാ ദിവസവും കുറുക്കുണ്ടാക്കാൻ മാത്രം കയറുന്നേ ഉള്ളൂ. അതിന് ശേഷം പിന്നെ പുറത്തോട്ട് പോകും, പോയി കിടക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിള്ളേരെ ചേട്ടൻ തന്നെയാണ് കൂടുതൽ സമയം കൊണ്ട് നടക്കണേ. അപ്പോൾ അതേ വാവേനെ അമ്മ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വാവേനെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് ചേട്ടനുമായിട്ട്. കാരണം എനിക്ക് കുഞ്ഞുവാവേനെ പോലും എടുത്തുകൊണ്ട് നടക്കാനുള്ള ശേഷിയില്ല കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്ക് നടന്നാൽ തന്നെ ഞാൻ മറിഞ്ഞ് വീണ് പോവുകയാണ്. അപ്പോൾ അവനെയും കൊണ്ട് നടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടിട്ട് കൊച്ചുങ്ങളെ പോലും ഒന്ന് നേരെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റണില്ല. ഇപ്പോഴും എൻ്റെ ക്ഷീണം നല്ല രീതിക്ക് അങ്ങ് മാറിയിട്ടില്ല കേട്ടോ. എന്നാലും നമ്മൾ ഒരാഴ്ചയായില്ലേ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് മാത്രം ഒരു ചെറിയ വ്ളോഗായിട്ടൊന്ന് എടുത്തതാണ് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ദേ ഒരു മണി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വന്നിരുന്ന് ബിസ്ക്കറ്റ് തിന്നുവാണ് കേട്ടോ. എനിക്ക് ചോറൊന്നും കഴിക്കാൻ തോന്നുന്നേ ഇല്ല. അമ്പാടി നല്ല ഉറക്കമാണ് കേട്ടോ. അമ്പാടിനെ കുളിപ്പിച്ച് ഉറക്കി അതിന് ശേഷം അവൻ്റെ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുവാണ് കേട്ടോ. കുറച്ച് കട്ടൻ ചായ എടുത്തോളൂ, കാരണം ഒരു 1/4 ഗ്ലാസ് എടുത്തോളൂ കേട്ടോ. കാരണം ഇനിയിപ്പം ഷുഗർ വല്ലതും കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് കുറച്ച് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ റോസ് കളറുള്ള 3 പാത്രം കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഞാനും അനിയനും ഒക്കെ കൂടി വൈക്കത്ത് പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം കുറച്ച് പച്ചരിയും ഗോതമ്പും ഒക്കെ പൊടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓറഞ്ച് ബക്കറ്റ് അമ്പാടിയുടെ പലഹാര ബക്കറ്റാണ് കേട്ടോ. അതിൽ പച്ചരി പൊടിച്ചിട്ടുകൊണ്ട് അവന് പലഹാരം ഇടാൻ പാത്രം ഇല്ലായിരുന്നുകൊണ്ട് പോയി വാങ്ങിച്ചതാണ് കേട്ടോ അത്. അങ്ങനെ അതിലെല്ലാം റെഡിയാക്കി വെച്ചു. ഇത് നമ്മുടെ മാവിൽ മാങ്ങ ഉണ്ടായിട്ട് ആദ്യമായിട്ട് പഴുത്ത് വീണ മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം വീണപ്പോഴത്തേക്കും അത് എടുത്ത് വെച്ചതാണ്. ഇനിയിപ്പം അനിയൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം അത് മുറിക്കാനായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് കുറേ അമൃതം പൊടി പിള്ളേർക്ക് 2 പേർക്കുമായിട്ട് അമൃതം പൊടി 10-14 കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ശേഷം ഞാൻ പോയിട്ടൊന്ന് കുളിച്ചു. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞിക്കുട്ടന് വൈകുന്നേരത്തേക്കുള്ള കുറുക്കുണ്ടാക്കണം. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അവനുള്ള കുറുക്കും ഉണ്ടാക്കിയിട്ട് അവന് കുറുക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ പോയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അത് ആകെ 2 ചെരുവോ അവൻ്റെ കുറുക്ക് കൊടുക്കുന്ന ഫീഡിംഗ് ബോട്ടിൽ മാത്രമേ എനിക്ക് കഴുകാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ എല്ലാം അമ്മ തന്നെയാണ് കഴുകി വെച്ചത്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോൾ പാത്രം കഴുകിയാലും ആ ഒരു തട്ട് നിറച്ച് ലോഡ് കണക്കിന് പാത്രമുണ്ട് കേട്ടോ. ഇപ്പോഴും എൻ്റെ ക്ഷീണം കാര്യമായിട്ട് മാറിയിട്ടില്ല. എനിക്ക് ഒത്തിരി നേരം നടക്കാനോ ഒത്തിരി നേരം എഴുന്നേറ്റിരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. കിടപ്പ് തന്നെയാണ് ഫുൾ ടൈം. അതും കട്ടിലേ കിടക്കാൻ എനിക്ക് തോന്നാറില്ല കേട്ടോ. വെറുതെ ടൈലിൻ്റെ പുറത്ത് തറയിൽ ഇങ്ങനെ കിടക്കാനാണ് കേട്ടോ തോന്നുന്നത്. ശരീരത്തിൻ്റെ ചൂടും ക്ഷീണമൊക്കെ കാരണം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അങ്ങ് കിടന്നാൽ മതി എന്നുള്ള ഇതിലാണ് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ് ചെയ്യുന്നത്. പാത്രം കഴുകലും എല്ലാം അമ്മ തന്നെയാണ് കേട്ടോ. എനിക്ക് രാവിലെ കുറുക്ക് കൊടുത്ത് ഉച്ചയ്ക്ക് കുറുക്ക് കൊടുത്ത് ആ ഒരു 2 ചെരുവോ അവൻ്റെ ഫീഡിംഗ് ബോട്ടിൽ മാത്രമേ കഴുകാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് രണ്ടും മാത്രം ഒന്നങ്ങ് കഴുകി വെക്കുവാണ്. ഒരുപാട് നേരം ഇങ്ങനെ നിന്ന് കഴുകിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വീഴും കേട്ടോ. കാരണം തലയുടെ ആ ഒരു കനോ ഇതൊന്നും മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ കൊച്ചിന് കുറുക്കെല്ലാം കൊടുത്തതിന് ശേഷം ഒരു 6:30 ആയപ്പോഴത്തേക്കും നേരെ റൂമിലോട്ട് വന്നപ്പോഴത്തേക്കും റൂമിൻ്റെ വാതിൽ മൊത്തം ഉറുമ്പ് കേട്ടോ. അമ്പാടി ഒന്നും ശ്രദ്ധിക്കാണ്ട് അതിൽ ഓടി നടപ്പുണ്ട്. മറ്റേ കടിക്കണ ഉറുമ്പാണ് കേട്ടോ.
ആ ഒരു വാതിലയിൽ ഇങ്ങനെ ആ പടിയേൽ മുഴുവൻ ഉറുമ്പുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വേഗം പോയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി എടുത്തുകൊണ്ട് വന്ന് അവിടെയൊക്കെ തൂകുവാണ്. ഇങ്ങനെ മഞ്ഞപ്പൊടി തൂകിക്കഴിഞ്ഞാൽ ഉറുമ്പ് പോകുമെന്ന് ഇങ്ങനെ ഒരാൾ പറഞ്ഞറിഞ്ഞു കേട്ടോ. അപ്പം പോകത്തേ ഉള്ളൂ, ചത്ത് പോകത്തില്ല കേട്ടോ. ഉറുമ്പൊക്കെ അങ്ങനെ പോകും. അതിന് ശേഷം ആ മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ അടിച്ച് കളയോ, അല്ലെ ആ മഞ്ഞപ്പൊടിയുടെ എഫക്റ്റ് അങ്ങ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും പഴയപടി ഉറുമ്പ് വരും കേട്ടോ. എന്നാലും തൽക്കാലം ഒരു ആശ്വാസത്തിന്, കാരണം അമ്പാടി അതിലേക്ക് ഓടി നടക്കുമ്പോഴത്തേക്കും അവൻ്റെ കാലയിലൊക്കെ കടിക്കും. അപ്പോൾ ഞാൻ തൽക്കാലം ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് കുമ്പിട്ടിട്ട് നിവരുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് തല ചുറ്റും അല്ലെങ്കിൽ തല മന്തിക്കുകയൊക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ കാലും കൊണ്ട് അങ്ങ് തൂത്താണ് കേട്ടോ. മഞ്ഞപ്പൊടി സ്പൂണയിലെടുത്ത് ഇങ്ങനെ വെതറിയതിന് ശേഷം കാലും കൊണ്ടങ്ങ് അവിടെയൊക്കെ അങ്ങ് സ്പ്രെഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പുറത്തെ മുറിയുടെ ആ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ മുറിയിൽ ടൈൽ ഒട്ടിച്ചതിന് ശേഷം അപ്പുറത്തെ ഹാളിൻ്റെ ഭിത്തിയുടെ സൈഡിലേക്കൊന്നും ടൈൽ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഉറുമ്പ് പൊന്തണേന്ന് തോന്നുന്നു. അങ്ങനെ ദേ റൂമിലോട്ടൊക്കെ കുറേയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം ഒരു 6:30 കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നേരെ പല്ലൊക്കെ തേക്കാനായിട്ട് പോയി കേട്ടോ വൈകുന്നേരത്തെ. അപ്പോൾ എൻ്റെ തോളെ കിടക്കുന്നത് കൈക്കല തുണിയാണ് കേട്ടോ. ഞാൻ ചൂടുവെള്ളം കൊണ്ടാണ് പല്ല് തേക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും അതും എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് തല പൊങ്ങി ഒന്ന് നിൽക്കാറായെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയൊരു വ്ളോഗ് എടുത്തതാണ് കേട്ടോ. കാരണം നമ്മൾ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇടയ്ക്ക് ഷോർട്സെങ്കിലും ഇടുന്നതാണ്, എപ്പോഴും വീഡിയോ ഇടുന്നതാണ് മുടങ്ങാണ്ട്. അതുകൊണ്ട് എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് അറിയിക്കണ്ടേ, അതുകൊണ്ട് മാത്രം ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഞാനൊന്ന് നോർമലൊക്കെ ആയതിന് ശേഷം ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സി യു. അപ്പം എന്തെങ്കിലും സൗണ്ട് ഇഷ്യൂസും എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ.